സിമ്പിളായിട്ടൊരു കാര്യം പറയട്ടെ. 4:30, അതായത് ഏർലി മോർണിംഗ് 4:30 UAE ഷോ ആണ് കണ്ടു കഴിഞ്ഞിട്ടുള്ളത്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള പച്ചയായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറയണട്ടാ. ആരും വിഷമമൊന്നും വിചാരിക്കരുത്. പിന്നെ ഇത് ആ ഒരു ഇത്രയും എഫേർട്ട് എടുത്തിട്ട് പടം കണ്ടതിൻ്റെ ഒരു ഇതിലാണ് നമ്മൾ പറയണേ. അത് കൂടാതെ ഇത് ഒരു ഇമോഷന്റെ പുറത്ത് വന്നതാണോ എന്നറിയില്ലല്ലോ. അപ്പോ കുറച്ചും കൂടിയും ലേറ്റ് ആയിട്ട് നമ്മൾ ഐമാക്സിലും കൂടി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ നോർമൽ തിയേറ്ററിലാണ്, നോർമൽ സ്ക്രീനിലാണ് കണ്ടത്. അപ്പൊ അതിന്റെ ഒരു അഭിപ്രായമാണ് പറയണത്. അത് കണ്ടു കഴിഞ്ഞപ്പോ എന്റെ ഫീലിങ്സ് ആണ് പറയണത്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ഈവനിങ് ഐമാക്സിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഐമാക്സിൽ കണ്ടിട്ട് ഇന്ന് ലേറ്റ് നൈറ്റ് ഒരു തവണയും കൂടി ഞാൻ കാര്യങ്ങൾ പറയട്ടോ, എങ്ങനെയാണ് എന്താന്നുള്ളത്. മാക്സിമം ഒരു മിനിറ്റ് വീഡിയോ ഒക്കെ ആയിരിക്കും. അപ്പൊ ഈ വീഡിയോ ഒന്ന് മുഴുവൻ കണ്ടോളോ, കണ്ടിട്ട് നമുക്ക് രാത്രി ഒന്നും കൂടി ഇരിക്കട്ടോ. അപ്പൊ നോക്കല്ലേ നമുക്ക് കാര്യങ്ങള്. ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ട് പടം കാണാൻ പോയതാണ്. എനിക്ക് പൃഥ്വിരാജിനെ ഒന്നും പറയണ്ട, മോഹൻലാലിനെ ഒന്നും പറയാനില്ല, ഇതിൻ്റെ പ്രൊഡക്ഷൻ ടീമിനെ ഒന്നും പറയാനില്ല. ഞാൻ സത്യസന്ധമായിട്ട് ഞാനൊരു കാര്യം പറയാം. ഈ പടം എനിക്ക് വർക്കൗട്ടായതേയില്ല. 2-3 സീൻ ഒഴിച്ച് വേറെ ഒന്നും എനിക്ക് വർക്കൗട്ടായിട്ടില്ല. ഇതിനെക്കുറിച്ച് എന്ത് പറയണം, എങ്ങനെ പറയണം എന്ന് എനിക്ക് അറിയില്ല. ഞാനൊരു ബേസിക്കലി ഒരു മോഹൻലാൽ ഫാനാണ്. പൃഥ്വിരാജിൻ്റെ ഡയറക്ടോറിയൽ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ്. സെനഗല്, അവിടെ ഇവിടെ, ഇറാഖ്, അത് ഇതെന്ന് പറഞ്ഞിട്ട് കുറേ സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഹൈ ക്വാളിറ്റി സീൻസ് ആണ് എല്ലാതും. മേക്കിംഗ് നമുക്ക് ഒന്നും പറയാനില്ല. അത് ഹൈ ക്വാളിറ്റി, ഒരു ഹോളിവുഡ് ലെവൽ മൂവി ഇതിൻ്റെ ക്വാളിറ്റിയാണ് പടത്തിനുള്ളത്. അതായത് ഓരോ സീൻസിനും. പക്ഷേ ആ സീനുകൾക്ക് ക്വാളിറ്റി ഉണ്ടായതുകൊണ്ടും ക്യാമറ അല്ലെങ്കിൽ അതിൻ്റെ ടെക്നിക്കൽ സൈഡ് എത്ര ഹൈ ആണെന്ന് പറഞ്ഞാലും ആ പടം വർക്കൗട്ട് ആവണമെന്നുണ്ടെങ്കിൽ ആ പടത്തിലെ ഓരോ സീനുകൾ തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവണം, അല്ലെങ്കിൽ അത് നമ്മളായിട്ട് കണക്റ്റ് ആവണം. അപ്പോഴാണ് എനിക്ക് ആ പടം വർക്കൗട്ട് ആവുന്നത്. എനിക്ക് അങ്ങനെ ആ പടം വർക്കൗട്ടായില്ല. മോഹൻലാലിൻ്റെ ഇൻട്രോ, പൃഥ്വിരാജിൻ്റെ ഇൻട്രോ, വില്ലൻ്റെ ഇൻട്രോ ഒന്നും എനിക്ക് വർക്കൗട്ടായില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇമോഷണൽ കണക്ട് തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2002 ഗുജറാത്തിൽ നടക്കുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ കാണിച്ചിട്ട് സയ്യിദ് മസൂദിൻ്റെ ഇതിൻ്റെ ചെറുപ്പകാലങ്ങൾ പരിപാടികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് നമുക്ക് ഇമോഷണൽ ഇതാവുന്നുണ്ടെങ്കിലും അതും വർക്കൗട്ടായില്ല സത്യത്തിൽ. ഫൈറ്റൊന്നും നമുക്ക് ഫൈറ്റാണോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാരണമാണോ ഇത് മോശമായി പോയത്? ഫൈറ്റുകളൊന്നും അത്ര രസമായിട്ട് തോന്നിയില്ല. ഒന്നും രസമായിട്ട് തോന്നിയില്ല. എനിക്ക് ആകെ കൂടി രസമായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ മഞ്ജു വാര്യരുടെ കുറച്ച് സീൻസ് ഉണ്ട്. ഒരു ഷോ സ്റ്റീലർ എന്നൊക്കെ പറയുന്നത് ഈ പടത്തിൽ മഞ്ജു വാര്യരാണ്. അതല്ലാതെ വേറെ ഇതിനകത്ത് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പടം ഒരു ഹൈ ക്വാളിറ്റി സീൻസിൻ്റെ ഹൈ ക്വാളിറ്റി ഒരു ഹോളിവുഡ് ലെവൽ മലയാളം മൂവി സീൻസ് കാണണമെന്നുണ്ടെങ്കിൽ ഈ പടം പോയി കാണാം. അല്ലാതെ ഇത് ഒരു ഇമോഷണലി വർക്കൗട്ട് ആവുന്ന ഒരു മൂവി അത് ഇതെന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിരാശപ്പെടേണ്ടി വരും. അതിൻ്റെ ഒരു ക്വാളിറ്റി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണമെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് കാണാം. അല്ലാതെ എനിക്കറിയില്ല. ഞാൻ വളരെ സാധാരണക്കാരനായ ഒരു സിനിമ പ്രേമിയാണ്. എനിക്ക് വർക്കൗട്ട് ആയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല. ഇത് ഞാൻ ആദ്യത്തെ ഷോയാണ് കണ്ടത്, 4:30-ക്കുള്ള ഷോ. ഇതെനിക്ക് വർക്കൗട്ട് ആവാത്ത കാരണം നമ്മൾ ഐമാക്സിൽ നൈറ്റ് ഒരു ഷോ കാണുന്നുണ്ട്. അതും കൂടി കഴിഞ്ഞിട്ട് ഞാൻ പറയാം, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇടാം, കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാം. അതിന് കാരണം നമ്മളെ പൊങ്കാല വിളിക്കരുത് കേട്ടോ. എന്നിട്ട് കണ്ടിറങ്ങി അത് വിഷമം കാരണം പറയുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഇത്രയും കാശ് മുടക്കുന്നത് എന്നുള്ളതാണ്. ആ ഓരോ രാജ്യത്ത് പോയി ഷൂട്ട് ചെയ്ത് നമ്മുടെ ടെക്നോളജിയൊക്കെ ഇത്രയും വലുതായിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതേപോലെ സ്പെൻഡ് ചെയ്ത് ഷൂട്ട് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു? അത് ഒരു സ്റ്റുഡിയോ സെറ്റപ്പിൽ ചെയ്തെടുക്കാമായിരുന്നില്ലേ? അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ കൺട്രിയിൽ ഹോളിവുഡിൽ പോയിട്ട് ഒരു സ്റ്റുഡിയോ റെൻ്റ് ഔട്ട് ചെയ്തിട്ട് അവിടുത്തെ ടെക്നീഷ്യന്മാരെയൊക്കെ യൂസ് ചെയ്തിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റില്ലായിരുന്നു? പല രാജ്യങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ കോസ്റ്റും അതും കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുറവാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ രീതിയിൽ ചെയ്തുകൂടെ? വളരെയധികം സങ്കടമുണ്ട് കേട്ടോ. കാരണം ഞാൻ പറയാം, സിനിമയുടെ കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ വരുന്നു, കുറേ സ്ലോ മോഷൻ ഷോട്ട്സ്, വളരെ സ്ലോ ഡെലിവറിങ് ഡയലോഗ്സ്, അതൊന്നും നമുക്ക് കണക്റ്റ് ആവുന്നില്ല. മഞ്ജു വാര്യർ വരുന്നു, അതിൽ കുറച്ച് കണക്ഷൻസ് വരുന്നു. സയ്യിദ് മസൂദ്,
ആള് ഡയലോഗേ ഇല്ല, കുറേ ആക്ഷൻ സീക്വൻസ്, കുറേ ആക്ഷൻസ് ഇങ്ങനെ എടുത്തു വെച്ച് അത് കണക്ട് ചെയ്ത് ഒരു സിനിമയാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും. അതാണ് നമ്മുടെ എമ്പുരാൻ. പിന്നെ ഡ്രാഗൺ ഇതെന്ന് പറഞ്ഞാൽ മമ്മൂട്ടി ഉണ്ടായിരുന്നു. ഡ്രാഗൺ ആരാണ്, അതാണ് എല്ലാം വന്നു, ഞാനായിട്ടൊന്നും പറയണില്ല. മറ്റേ കിലുക്കത്തിലെ ഡയലോഗാണ് എനിക്ക് വരുന്നത്. ഒരു ജ്യോതി വരും എന്ന് പറഞ്ഞാൽ ജ്യോതി വന്നില്ല, ഒരു കൂതി വന്നില്ല എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. ഒരുമാതിരി എന്താ പറയുക, ഹൈ ക്വാളിറ്റി ഹോളിവുഡ് സ്റ്റാൻഡേർഡ് കുറേ സ്വീക്വൻസ് കാണാൻ വേണ്ടി പോകുന്ന പോലെയാവും ഈ പടം പോയി കണ്ടു കഴിഞ്ഞാൽ. ഒരു തരത്തിലുള്ള എന്താ പറയുക, വളരെയധികം നിരാശപ്പെടുത്തി പൃഥ്വിരാജ് നിരാശപ്പെടുത്തി. മോഹൻലാലിനെയൊക്കെ ഭയങ്കരമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന എനിക്ക് തോന്നി. എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടായിരിക്കും ആ ഇമോഷണൽ കണക്ട്, അല്ലെങ്കിൽ ആ പടമായിട്ട് നമുക്ക് മാനസികമായിട്ടും അല്ലെങ്കിൽ ഒരു കണക്ട്. ഞാനത് കഴിഞ്ഞിട്ട് ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയ പലരോടും കുഴപ്പമില്ല, കണ്ടിരിക്കാം എന്നുള്ളൊരു അഭിപ്രായമാണ് എല്ലാവർക്കും. തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള എല്ലാവരോടും ഞാൻ ഒന്ന് സംസാരിച്ചായിരുന്നു. എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ. തിയേറ്റർ മുഴുവൻ സൈലൻ്റ് ആയിരുന്നു. ആകെ കൂടി കൈയടി ഉണ്ടായിരുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമ്പുരാനെ എഴുതി കാണിക്കുന്ന ഭാഗത്ത് കൈയടി ഉണ്ടായിരുന്നു. പിന്നെ മോഹൻലാൽ മുണ്ടെടുത്തിട്ട് വരുന്നൊരു ഭാഗം ഉണ്ടായിരുന്നു, മോഹൻലാലിൻ്റെ ഇൻട്രോ സീക്കിന്. അധികം അത്ര ഹർഷാരമൊന്നുമല്ല, ചെറിയ ക്ലാപ്പ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അവരുടെ ഒരു ഇതിനകത്തൊരു സോങ് ഉണ്ടായിരുന്നല്ലോ, ഫൈറ്റ് സീക്വൻസ് സോങ് ഉണ്ടായിരുന്നു. അത് അത് ലിറിക്സ് റിലീസായപ്പോൾ ഈ ഒരു സാധനം തിയേറ്ററിൽ കാണുമ്പോൾ എന്തായിരിക്കും എന്നുള്ളൊരു ആ ഒരു ഫീലൊക്കെ കൊണ്ടിട്ട്, അതൊക്കെ തിയേറ്ററിൽ കാണാനുള്ള ഒരു ഫീലൊക്കെ കൊണ്ടിട്ടാണ് നമ്മൾ ഓടിച്ചാടി വന്നത്. പക്ഷേ അതുപോലും തിയേറ്ററിൽ വർക്കായില്ല എനിക്ക്. ആ പാട്ട് സത്യത്തിൽ ഒരു ഫൈറ്റ് സീക്വൻസിന് യൂസ് ചെയ്യുന്ന പാട്ടായിരുന്നു, പക്ഷേ ആ ഫൈറ്റ് പോലും എനിക്ക് വർക്കായില്ല. ക്ലൈമാക്സ് ഫൈറ്റ് എനിക്ക് വർക്കായില്ല. നമുക്കൊന്നൊരു ഫീലില്ല. അതിനകത്ത് കുറെ എന്തെന്ന് നിങ്ങളോട് ഞാൻ പറയാം എൻ്റെ പൊന്നു ചങ്ങായിമാരെ. ഇനി ഞാൻ ഒരു വരവും കൂടി വരും. ഞാൻ ഈവനിങ്ങിൽ പോയിട്ട് ഐമാക്സിൽ കണ്ടിട്ട് എനിക്ക് ഇതിപ്പോ ഒരു ടൈമിന്റെയും അല്ലെങ്കിൽ ആ ഉറക്കച്ചടവിന്റെയും കാരണമാണോ എന്നുള്ളത് അറിയില്ലല്ലോ. ഐമാക്സിൽ പോയി കണ്ടിട്ട് ഒന്നും കൂടി ഞാൻ വരാട്ടാ, വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എങ്ങനെയാന്നുള്ളത്. അപ്പോൾ ഇന്ന് ലേറ്റ് നൈറ്റ് ആയിരിക്കും, ചിലപ്പോൾ പുലർച്ചോട് കൂടിയിട്ടായിരിക്കും ആ ഒരു സംഭവം നമ്മൾ ഇടാൻ പോണേ. അപ്പോൾ കാണുക. ഓക്കെ, അപ്പോൾ ബൈ.